വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കൊല്ലം ജില്ലയിലെ 2 വയസ്സുള്ള കുഞ്ഞിന്റെ തിരോധാനത്തിൽ വൻ വഴിത്തിരിവ്. കുഞ്ഞിനെ അമ്മയും 3ാം ഭർത്താവും ചേർന്ന് 1 മാസം മുൻപ് ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തി. തമിഴ്നാട്ടിലായിരുന്നു കൊലപാതകം നടന്നത്. പുനലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണമാണ് കൊലപാതകമെന്ന കണ്ടെത്തലിൽ എത്തിച്ചത്. കുഞ്ഞിന്റെ അമ്മ കലാസൂര്യയെയും 3ാം ഭർത്താവ് കണ്ണനെയും തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ മനോജ് ചേരുന്നുണ്ട്. മനോജ്, മനസാക്ഷിയെ പോലും വേദനിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഈ കുട്ടിയുടെ തിരോധാനം പോലീസ് കൊലപാതകമെന്ന് അനുമാനിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? കഴിഞ്ഞ 3-ാം തീയതിയാണ്, അതായത് ഡിസംബർ 3-ാം തീയതിയാണ് പുനലൂർ കാര്യറ സ്വദേശിനിയായിട്ടുള്ള സന്ധ്യ ഈ പുനലൂർ പോലീസിൽ പരാതി നൽകുന്നത്. തന്റെ മകളെയും അതോടൊപ്പം തന്നെ മകളുടെ മകളായിട്ടുള്ള അനശ്വര എന്ന കുട്ടിയെയും കാണാനില്ല എന്നുള്ളത്. 2 വയസ്സുള്ള കുട്ടിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സന്ധ്യയുടെ മൊഴി വാങ്ങി പുനലൂർ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ്. ഈ കലാസൂര്യ തമിഴ്നാട്ടുകാരനായിട്ടുള്ള കണ്ണൻ എന്ന അയാളുമായി ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളതാണ്. 22 വർഷമായി തമിഴ്നാട്ടിലെ തെങ്കാശിയിലും മധുരയിലും താമസിച്ചു വരികയായിരുന്നു. ഈ കലാസൂര്യ ആദ്യം പുനലൂർ കലയനാട്ടുള്ള ഒരാളെ വിവാഹം ചെയ്ത് അതിലൊരു ആൺകുട്ടി ജനിക്കുകയും അതിനുശേഷം അയാളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റൊരു അഞ്ചൽ സ്വദേശിയോടൊപ്പമായിരുന്നു. അതിനുശേഷമാണ് അഞ്ചൽ സ്വദേശിയിൽ ഉണ്ടായിട്ടുള്ള ഈ അനശ്വര എന്ന പെൺകുട്ടിയുമായി ഇദ്ദേഹം പിന്നീട് ഈ കണ്ണനുമായി ഈ കലാസൂര്യ ജീവിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലായിരുന്നു. തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായി കലാസൂര്യ ഈ തിരികെ വന്ന് ഒരു ബന്ധുവിന്റെ വീട്ടിൽ താമസിച്ചു പോരവെയാണ് ഈ അമ്മയായിട്ടുള്ള സന്ധ്യ ഈ കുട്ടി എവിടെയാണെന്ന് അന്വേഷിക്കുന്നത്. പക്ഷേ ആ കുട്ടിയുടെ വിവരങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും പോലീസ് അന്വേഷണം നടത്തുന്നതും. ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കലാസൂര്യ ഈ പുനലൂരിലുള്ള ബന്ധുവിനൊപ്പം താമസിച്ചു വരുന്നതായി കണ്ടെത്തുകയും തുടർന്ന് കലാസൂര്യയെ ചോദ്യം ചെയ്യുകയായിരുന്നു. കലാസൂര്യയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ കുട്ടി കണ്ണനോടൊപ്പം മധുരയിലാണെന്ന് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് കൂടുതലായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സത്യം എന്താണെന്ന് പുറത്തു വരുന്നത്. അതായത് കലാസൂര്യയെ അവിടെ, അതായത് ഈ തെങ്കാശിയിൽ താമസിച്ചു വന്നിരുന്നപ്പോൾ തന്നെ കോഴി ഫാമിൽ വെച്ച് മദ്യലഹരിയിൽ അനശ്വരിയെ കൊലപ്പെടുത്തിയതാണ്. അതായത് 2 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കണ്ണൻ എന്ന് പറയുന്ന ആൾ തമിഴ്നാട് സ്വദേശി കൊലപ്പെടുത്തിയതാണെന്നുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് അവിടെ എത്തി അന്വേഷണം നടത്തുന്നു. അതിനുശേഷമാണ് 1 മാസം പഴകിയ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. എന്തായാലും ഇതിനെ തുടർന്ന് ഈ തമിഴ്നാട് പോലീസുമായി, അതായത് അവിടെ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസാണ് ഇത് സംബന്ധിച്ച അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇരുവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മനോജ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നൽകിയതാണ്. കൊല്ലത്താണ് ഈ സംഭവം. കൊല്ലം ജില്ലയിലാണ് 2 വയസ്സുള്ള കുഞ്ഞിനെ അമ്മയും 3ാം ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തിയത്. ഈ കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു ആദ്യം പോലീസിൽ നൽകിയ പരാതി. പിന്നീടാണ് ഈ അമ്മയെ ചോദ്യം ചെയ്തതിൽ നിന്നും മദ്യലഹരിയിലെത്തിയ 3ാം ഭർത്താവ് ആ കുഞ്ഞിനെ കോഴി ഫാമിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയതായി അറിയുന്നത്. എന്തായാലും പഴകിയ മൃതദേഹം ആ കോഴി ഫാമിന് സമീപത്ത് നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 1 മാസം മുൻപാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. തമിഴ്നാട്ടിലായിരുന്നു ഈ കൊലപാതകം. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഈ കേസ് വരിക. എന്തായാലും പുനലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണമാണ് ഈ കൊലപാതകമെന്ന കണ്ടെത്തലിൽ എത്തിച്ചത്. കുഞ്ഞിന്റെ അമ്മ കലാസൂര്യയെ 3